ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. നഹൂം 1-3 വചനം. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിനും കൊടും കാറ്റിലുമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മൾ ഈ ഒരു വചനം വളരെയധികം നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഈ ഒരു വചനങ്ങളൊക്കെയും നമ്മൾ പറയാറുണ്ട്, അനേക കർത്തദാസന്മാരിലൂടെ കേൾക്കാറുള്ള ഒരു തിരുവചനമാണല്ലോ. ഹല്ലേലൂയ. അതായത് യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും. നമുക്കറിയാം, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചുഴലിക്കാറ്റ് പോലത്തെ വിഷയങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. കൊടുങ്കാറ്റ് പോലത്തെ പല പ്രയാസങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന വ്യക്തി ജീവിതങ്ങളാണ് പലപ്പോഴും ഇപ്പോൾ കേൾക്കുന്ന സ്തോത്ര വ്യക്തി ജീവിതങ്ങൾ അതിലൂടെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലേ. അപ്പം ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും സമമായ അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സ്തോത്രം. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതം സ്തോത്രം ആ ചുഴലിക്കാറ്റിലും ആ കൊടുങ്കാറ്റിലും നടുവിൽ സംസാരിക്കുന്ന യഹോവയുടെ ശബ്ദം കേൾക്കും. യഹോവയുടെ വഴി എന്ത് ചെയ്യും? അവൻ കേൾക്കുവാനിടയായി തീരും. സ്തോത്രം കേട്ടിരിക്കണം. അതാണ് ഒരു യഹോവ പൈതലിൻ്റെ സ്തോത്രം. അതായത് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ഒരു മാറ്റം അതാണ്. ഹല്ലേലൂയ. താൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഏത് കൊടുങ്കാറ്റിലും ഏത് ചുഴലിക്കാറ്റിൻ്റെ സമമായ വിഷയങ്ങളുടെ നടുവിലും ദൈവം എന്ത് ചെയ്യും? വഴി തുറന്നു കൊടുക്കും, സംസാരിക്കും, ദൈവ ശബ്ദം കേൾക്കുവാനിടയായി തീരും. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും സമമായ വിഷയങ്ങൾ വരുമ്പോൾ ഇവിടെ ഹാഗാർ ചെയ്തതുപോലെ തന്നെ തൻ്റെ മകൻ്റെ കണ്ണുനീരല്ല മരണം എനിക്ക് കാണണ്ട എന്നും പറഞ്ഞ് സ്തോത്രം മാറി നിന്ന് കരഞ്ഞ ഹാഗാറിനെ പോലെ പല വിഷയങ്ങളുടെ നടുവിലും ഫേസ് ചെയ്യാതെ വണ്ണം. ഹല്ലേലൂയ. അതിന് ഫേസ് ചെയ്യാൻ ബലമില്ലാതെ വണ്ണം സ്തോത്രം ഇത് എന്നെ കൊണ്ട് കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവം ഒരുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പരിശോധനകൾ, കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനും സമമായ പല പ്രയാസങ്ങൾ വരുമ്പോൾ എനിക്കിത് ഫേസ് ചെയ്യാൻ കഴിയില്ല, എനിക്കിത് ഫേസ് ചെയ്യാനുള്ള ആത്മശക്തിയില്ല. സ്തോത്രം ഇത് എങ്ങനെ ഞാൻ ഇതിനെ മറികടക്കും? ഇതോടെ ഞാൻ കഴിഞ്ഞു, ഇനി എൻ്റെ തലമുറകളുടെ വിഷയത്തിൽ എനിക്കൊരു നന്മയില്ല, ഇനി എൻ്റെ കുടുംബത്തിൽ ഒരു നന്മയില്ല, ഇനി എൻ്റെ രോഗ അവസ്ഥയിൽ എനിക്കൊരു നന്മയില്ല എന്നും പറഞ്ഞ് ഹാഗാർ ഇരുന്നത് പോലെ മുഖം മാറ്റി സ്തോത്ര ഇരുന്ന് നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അതായത് ഒരു ആത്മശക്തി ഉണ്ടല്ലോ. ഈ ആത്മശക്തി ഉള്ള ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? അവൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന ഏത് കൊടുങ്കാറ്റായിക്കോട്ടെ, ഏത് ചുഴലിക്കാറ്റായിക്കോട്ടെ, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴി എപ്രകാരം നടക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവൻ എന്ത് ചെയ്യും? ഉപദേശിച്ചു കൊടുക്കും. വിശുദ്ധ വേദ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുന്നത്. ഹാഗാർ സ്തോത്രം അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ താൻ കേട്ടു ദൂതൻ്റെ ശബ്ദം. ദൂതനെ കേൾക്കുവാനിടയായി തീർന്നു അല്ലേ. നമുക്കറിയാം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് 16:7 ഉൽപ്പത്തി 16:7 പറയുന്നുണ്ട്, യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവയുടെ അരികെ, അതായത് മരുഭൂമി പോലത്തെ ഒരു വിഷയം ഹാഗാറിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ അവിടെ വെച്ച് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതനെ കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തി സാറായി വിട്ട് ഓടിപ്പോകുകയാവുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓടിപ്പോകുന്നൊരവസ്ഥ, തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പ്രയാസത്തെ സ്തോത്രം നേരിടുവാനുള്ള ഒരു ശക്തിയില്ലാതെ വണ്ണം ആ വിഷയത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഹാഗാറിനെ നമുക്കവിടെ കാണാൻ കഴിയും അല്ലേ. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്ര ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പറയുകയാണ്, അവളെ ബലപ്പെടുത്തുകയാണ്. സ്തോത്ര നിന്റെ യജമാനത്തിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങും. ഹല്ലേലൂയ. നീ എന്തിനാണ് ഈ വിഷയത്തിന്മേൽ നീ ഓടിപ്പോകുന്നത്? നീ വീണ്ടും അതിലേക്ക് തന്നെ എന്ത് ചെയ്യുക? തിരിഞ്ഞുപോയി. അതായത് സാറായുടെ വീട്ടിൽ പോയി അവൾക്ക് യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കുക. ഹല്ലേലൂയ. അവളെ കുറച്ച് ബലപ്പെടുത്തുവാണ്, വാഗ്ദത്തങ്ങൾ നൽകി ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതിന് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ വെച്ചു എന്നെ അവൻ കണ്ടു എന്ന് അല്ല, ദൈവത്തിൻ്റെ ദൂതൻ അവളെ കാണുവാനിടയായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചില വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം നമ്മൾ വായിച്ച വചനത്തിൽ പ്രകാരം ചില കൊടുങ്കാറ്റും ചില ചുഴലിക്കാറ്റും സ്തോത്രം അതിൽ നിന്ന് പുറത്തു വരാതെ വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ പോലും ആശ്രയിക്കാതെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിൽ പോലും ആശ്രയം വെക്കാതെ നമ്മൾ ഒളിഞ്ഞും അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഓടി മാറുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. എനിക്കിത് ഫേസ് ചെയ്യാൻ, എനിക്കിതിന്
ആത്മശക്തി ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ നടുവിൽ എനിക്കിത് കഴിയില്ല, ഇതോടെ ഞാൻ തീർന്നെന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്ന് എന്ത് ചെയ്യാണ്, വിട്ടുപോകുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കരുത് ദൈവമക്കളെ. നമ്മുടെ ഏത് സാഹചര്യത്തിലും ഏത് വിഷയത്തിൻ്റെ നടുവിലും എനിക്കും നിന്നോടും ഹല്ലേലൂയ സംസാരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ എനിക്കും നിനക്കും ആലോചന പറഞ്ഞു തരുന്ന ഒരു സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ആത്മീയ ജീവിതത്തെ ഫേസ് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഇത് എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. അപ്പം ദൈവം ഹാഗാറിനോട് പറഞ്ഞ പോലെ നീ പോയി എന്ത് ചെയ്യുക, കീഴടങ്ങിയിരിക്കുക. ആമേൻ, സ്തോത്രം. അവൾക്ക് ഒരു ആത്മശക്തി പകരുകയാണ് അവിടെ, അല്ലേ? അവിടെ കുഞ്ഞിനെ അവൻ എന്ത് ചെയ്യാണ്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയുടെ ദൂതൻ അവളോട് പറയാണ്, എന്താണ്, ഞാൻ നിന്റെ സന്തതി ഏറ്റവും വർദ്ധിപ്പിക്കും. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ നൽകി ആമേൻ, സ്തോത്രം, ബലപ്പെടുത്തുന്ന ഒരു ദൈവദൂതനെ നമുക്കിവിടെ കാണാൻ കഴിയും. അതാണ് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനേക പരിശോധനകൾ വരാം. ഹല്ലേലൂയ. അനേക വേദനകൾ വരാം. ആമേൻ, സ്തോത്രം. ഈ പ്രസംഗിക്കുന്ന എൻ്റെ ജീവിതത്തിലും എന്ത് ചെയ്യുക, അനേക വിഷയങ്ങൾ വന്നിട്ടുണ്ട്, അനേക പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നും ഇവിടെ ഉള്ളത് എന്താണ്, ദൈവകൃപയാലാണ്, അല്ലേ? നമ്മൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നത് എന്താണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. അതേപോലെ തന്നെയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പല വിഷയങ്ങളും പ്രയാസങ്ങളിലൂടെയും പൊക്കോണ്ടിരിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ വിഷയത്തിൽ നിന്ന് ഓടിപ്പോകുവാനല്ല ദൈവമക്കളെ. നമ്മൾ തന്നിരിക്കുന്ന ആത്മശക്തി എന്ന് പറയുന്നത് എന്താ, അതിനെ ഫേസ് ചെയ്ത് ആമേൻ, സ്തോത്രം, അതിനെ ജയാളിയാക്കി എന്ത് ചെയ്യുക, മുമ്പോട്ടേക്ക് പോകാനാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനം വായിക്കുമ്പോൾ സദൃശവാക്യത്തിൽ ഇപ്രകാരമുണ്ട്, ബാലസിംഹങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വഴി മാറുകയില്ല. അതേ ദൈവമക്കളെ, ബാലസിംഹങ്ങൾ ഒരിക്കലും വഴി മാറിക്കൊടുക്കുകയില്ല. എന്ന് വെച്ചാൽ ഞാനും നീയും യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം, അതായത് യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹമായ ദൈവത്തിൻ്റെ സിംഹക്കുട്ടികളാണ് നമ്മൾ. ഹല്ലേലൂയ എന്ന് വേണം നമുക്ക് അങ്ങനെ പറയാം. ഒരു വിഷയം വരുമ്പോൾ ഹല്ലേലൂയ മാറത്തടിച്ചുകൊണ്ട് എനിക്കിത് കഴിയില്ല എന്ന് മാറി നിൽക്കുവാനല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതിന്. അതിനിലൂടെ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ട ഒരു ദൈവിക ശബ്ദമുണ്ട്. ആമേൻ, സ്തോത്രം. സത്യവേദ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തിരുവഴുത്തുകൾ ഇപ്രകാരം അനേകരെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അബ്രഹാമിനെ എടുത്ത തൻ്റെ ജീവിതത്തിൽ താൻ ആമേൻ, സ്തോത്രം, മക്കളില്ലാത്തവനായി ഹല്ലേലൂയ വാർദ്ധക്യത്തിലും ആമേൻ പൊക്കോണ്ടിരുന്ന സമയത്തും അബ്രഹാം ദൈവ ശബ്ദം കേട്ടു, അല്ലേ? ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം എന്താണ് പറഞ്ഞത്, നീ എൻ്റെ അതിമഹത്തായ പ്രതിഫലമാവുന്നു, നീ എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ആലോചന അബ്രഹാം എന്ത് ചെയ്തു, ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ആ കഷ്ടതയിൽ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനിടയായി തീർന്നു. ഹാഗാറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കേട്ടു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ആമേൻ, സ്തോത്ര, താൻ അവിടെ നിന്ന് ഓടിപ്പോകുന്ന സമയത്തും ഹല്ലേലൂയ താനും എന്ത് ചെയ്തു, ദൈവത്തിൻ്റെ ശബ്ദം കാണുവാനും ദർശനങ്ങൾ കാണുവാനും ദൈവിക ശബ്ദത്തിൻ്റെ ആ സാന്നിധ്യം അറിയുവാനും ഇടയായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടമുണ്ടായില്ല, ദൈവം തന്നോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. യോസേഫ് കേൾക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്ര. അതുകൊണ്ട് നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്ര. നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാകാം ദൈവമക്കളെ, പ്രയാസങ്ങൾ വരാം. പക്ഷെ ഇതിൻ്റെ നടുവിൽ ഞാനും നീയും, അതായത് കൊടുങ്കാറ്റിനും ചുഴലിക്കാറ്റിനും നടുവിൽ ഞാനും നീയും കേൾക്കുന്നുണ്ടോ ദൈവശബ്ദം? അത് ഈ നാളുകളിൽ നമ്മൾ പരിശോധിക്കുക. ഹല്ലേലൂയ. നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ 73 അധ്യായത്തിൻ്റെ 24 ഇപ്രകാരം ഒരു വചനമുണ്ട്. എന്താണ്, നിന്റെ ആലോചനയാ നീ എന്നെ വഴി നടത്തും, പിന്നത്തതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളൂ. അതേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആലോചനയാണോ നീ കേൾക്കുന്നത്, മനുഷ്യൻ്റെ ആലോചനയാണോ, അതോ നിന്റെ ജഡത്തിൽ പോകുന്ന ആലോചനയാണോ നീ കേൾക്കുന്നത്? ഹല്ലേലൂയ. ഈ വചനത്തിലൂടെ നമുക്ക് ശോധന ചെയ്യാം. ഹല്ലേലൂയ. തിരുവചനം അതേപോലെ തന്നെ 32 അധ്യായത്തിലും പറയുന്നത്, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് എന്ത് ചെയ്യും, ആലോചന പറഞ്ഞു തരും. അപ്പൊ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത തരുമ്പോൾ അതിൻ്റെ നടുവിൽ നീ ദൈവിക ശബ്ദം കേൾക്കണം, ആ ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ദൈവം നിനക്ക് ഉപദേശിച്ചു തരും, ഈ കഷ്ടതയിൽ നീ എങ്ങനെ നടക്കണം. ഹല്ലേലൂയ. ഈ കഷ്ടത നീ എങ്ങനെ ഫേസ് ചെയ്യണം, നിനക്ക് വേണ്ടിയത് എന്താണ്. ഹല്ലേലൂയ. നിനക്ക് എത്രത്തോളം ആത്മശക്തി വേണം, എന്താന്ന് ആ കഷ്ടത തന്ന ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അപ്പം ആ ദൈവത്തിൻ്റെ ആലോചന അല്ലെങ്കിൽ ദൈവിക ശബ്ദം ഞാനും നീയും കേട്ടിരിക്കണം. ഹല്ലേലൂയ.
ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അപ്രകാരമായി തീരണം. അല്ലാതെ ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവത്തെ അറിഞ്ഞ് ഹല്ലേലൂയ കഷ്ടങ്ങൾ വരുമ്പോൾ പിറുപിറുത്തുകൊണ്ട് ഇനി ഞാൻ ഈ പണിക്കില്ല, ബൈബിള് മാറ്റിവെച്ച് സ്തോത്രം കടന്ന് നിലവിളിച്ച് ജാതികളോടും ദൈവത്തിനെ കുറിച്ച് സ്തോത്രം ഇങ്ങനെ പോയി ഇങ്ങനെ സംഭവിച്ചു, ദൈവത്തിൻ്റെ നാമം സ്തോത്രം ദുർബലപ്പെടുത്തുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം ദുഷിച്ചുകൊണ്ട് നടക്കുവാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എനിക്കും നിനക്കും നമ്മളിൽ പകർന്നിരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. എഫേസ്യർ വായിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, സ്തോത്രം അളവറ്റ വ്യാപാര ശക്തി. ആ ശക്തിയെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. സ്തോത്രം ആ ശക്തി നിനക്ക് ഉപദേശിച്ചു തരും. അപ്പോൾ ഈ ഒരു വചനത്തിലൂടെ ഹല്ലേലൂയ വലിയ കൊടുങ്കാറ്റാ, വലിയ ചുഴലിക്കാറ്റാ എൻ്റെ ജീവിതത്തിൽ എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കുവാനല്ല, അതിൻ്റെ നടുവിൽ ദൈവത്തിന് എന്തോ നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവ ശബ്ദം നീ കേൾക്കണം. അതിനെന്ത് ചെയ്യണം? നിന്നെ തന്നെ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നിന്നെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ. കർത്താവിനോട് ആലോചന ചോദിക്കണം. കർത്താവ്, ഞാൻ എപ്രകാരമാണ് ഈ ഒരു വിഷയത്തെ ഫേസ് ചെയ്യേണ്ടത്? കർത്താവ്, എനിക്ക് ശക്തിയിൽ എന്നിൽ പകർന്നു തരണേ. അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ബുദ്ധിയാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ പരിജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ നിറയ്ക്കുവാനിടയായി തീരും. ദൈവം നമ്മളിന്മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാനിടയായി തീരും. ദൈവ ശബ്ദം കേട്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനിടയായി തീരും. അതാണ് ദൈവമക്കളെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം കേൾക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഈ ഒരു വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ഒരു വചനം ഹല്ലേലൂയ നമ്മളോട് ഓരോരുത്തരോടുമാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് പറയുവാനുള്ളത്. ഹല്ലേലൂയ. ഏത് ചുഴലിക്കാറ്റിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിവർന്ന് നിന്നുകൊണ്ട് ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവിക ശക്തിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ചിന്തിക്കണം അല്ലേ? ഹല്ലേലൂയ. അതായത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് സ്തോത്രം യേശുവിനെ ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവാണ് എന്നിലും നിന്നിലും ഉള്ളത്. ആ പരിശുദ്ധാത്മാവാണ് എന്നിലും നിന്നിലും ഉള്ളത്. ആ ആത്മശക്തിക്ക് സകലത്തിനും കഴിയും. ആ പരിശുദ്ധാത്മാവിന് സകലതും കഴിയും. ദൈവമക്കൾ, അതിൽ നമ്മൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. അധരങ്ങൾ തുറന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ ഡിക്ലെയർ ചെയ്യുക. ദൈവം നമ്മളെ എന്ത് ചെയ്യുക? അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ദൈവിക ശബ്ദം, ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മൾ കേൾക്കണം. ഹല്ലേലൂയ. ഈ നാളുകളിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കതാണ് പലപ്പോഴും കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റ് മനുഷ്യരിൽ, നമ്മുടെ കൂടെ ഉള്ളവരിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മറവിൽ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിച്ചു പോകുന്നൊരവസ്ഥ. അതിനോട് എന്ത് ചെയ്യണം? അതിനോട് നമ്മൾ എന്ത് ചെയ്യണം? നോ പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ചുഴലിക്കാറ്റായിക്കോട്ടെ, കൊടുങ്കാറ്റായിക്കോട്ടെ, ഏത് വിഷയമായിക്കൊള്ളട്ടെ, സ്തോത്രം, നീ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, നിന്റെ ഹൃദയം ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനോട് പറ്റി നിൽക്കുവാണെങ്കിൽ അതിൻ്റെ നടുവിൽ നീ ദൈവിക ശബ്ദം കേൾക്കും. ദൈവിക ആലോചനകൾ ദൈവം നിനക്ക് തുറന്നു തരും. ഹല്ലേലൂയ. ആ നീരുറവ് ഹാഗാറിൻ്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാം സ്തോത്രം ഹാഗാറിന് എന്താ ഒരുക്കി കൊടുത്തത്? ഹല്ലേലൂയ. ഒരു തുരുത്തി വെള്ളം കൊടുത്തു വിട്ട്, അത്രയേ ഉള്ളൂ. ഈ ലോകത്തിലെ മനുഷ്യർ നമുക്ക് അത്രേ തന്നു വിടത്തുള്ളൂ. ഹല്ലേലൂയ. അതും തീർന്നു പോകും. ദൈവമക്കളെ, മനുഷ്യൻ നമുക്ക് തരുന്ന എല്ലാം എന്ത് ചെയ്യും? കഴിഞ്ഞു പോകും. അതൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കഷ്ടങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയുകയില്ല. അതൊക്കെ വെറും ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വെറും ഒരു ആശ്വാസം മാത്രമാണ്. എങ്കിൽ നിനക്ക് വേണ്ട വിധം നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണം, നിനക്ക് എങ്ങനെ ആലോചന പറഞ്ഞു തരണം, നിന്നെ എങ്ങനെ നടത്തണമെന്ന് സർവശക്തനായ ദൈവത്തിനറിയാം. ആ ദൈവത്തിൻ്റെ ആലോചനകൾക്ക് നമ്മുടെ ചെവികളെ ദൈവസന്നിധി സമർപ്പിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു.